നമസ്കാരം. PSC സ്കോറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 13/2024 എന്ന ചോദ്യം പേപ്പറിലെ 50 വരെയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. 51 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക, പഠിക്കുക. വിജയാശംസകൾ. ചോദ്യം: കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ്? ഉത്തരം ബേപ്പൂർ മുതൽ തിരൂർ വരെ എന്നുള്ളതാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പറയാനുള്ളത്. കേരളത്തിൽ റെയിൽവേ ലൈൻ ആരംഭിച്ച വർഷം 1861 മാർച്ച് 12-നാണ്. കേരളത്തിൽ റെയിൽവേ ലൈൻ ആരംഭിച്ച വർഷം 1861 മാർച്ച് 12-നാണ് കേരളത്തിൽ റെയിൽവേ ലൈൻ ആരംഭിച്ചത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ് പുനലൂർ ചെങ്കോട്ട. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈനാണ് പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള ലൈൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ് പുനലൂർ ചെങ്കോട്ട. അപ്പോൾ കേരളത്തിൽ റെയിൽവേ ലൈൻ ആരംഭിച്ച വർഷം 1861 മാർച്ച് 12. 1861 രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത് 1861. കേരളത്തിൽ റെയിൽവേ ലൈൻ വന്നത് 1861. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ് പുനലൂർ ചെങ്കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. അതുപോലെ കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളി ജോൺ മത്തായി. ഈ പറയുന്നതെല്ലാം മുൻകാല ചോദ്യങ്ങളാണ്. അനവധി തവണ PSC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളിയാണ് ജോൺ മത്തായി. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളി ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച മലയാളിയും ജോൺ മത്തായിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച മലയാളിയും ജോൺ മത്തായിയാണ്. ഈ കാര്യങ്ങളെല്ലാം ഓർന്നിരിക്കണം. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളി ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച മലയാളിയും ജോൺ മത്തായിയാണ്. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത എന്ന് പറയുന്നത് ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ളത് ആയിരുന്നു. അടുത്ത ചോദ്യം: പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കെ കേളപ്പൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ വേദിയാണ് പയ്യന്നൂർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ വേദി പയ്യന്നൂരാണ്. പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ വേദിയാണ് പയ്യന്നൂർ. പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചതുകൊണ്ടാണ് കെ കേളപ്പനെ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചതുകൊണ്ടാണ് കെ കേളപ്പനെ കേരള ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്, കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് KPCC പ്രസിഡന്റ് കെ കേളപ്പനായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് KPCC പ്രസിഡന്റ് കെ കേളപ്പനായിരുന്നു. അതുപോലെ തന്നെ NSSൻ്റെ സ്ഥാപക പ്രസിഡന്റ് കെ കേളപ്പനായിരുന്നു. NSS രൂപം കൊണ്ടത് 1914 നായർ സർവീസ് സൊസൈറ്റി. NSS രൂപം കൊണ്ടത് 1914. NSSൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. NSSൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ്. അപ്പോൾ NSSൻ്റെ സ്ഥാപക പ്രസിഡന്റ് കെ കേളപ്പനാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. എല്ലാം മുൻകാല ചോദ്യങ്ങളാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. വൈക്കം സത്യാഗ്രഹം 1924. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. കേരള ഗാന്ധി എന്ന് നമ്മൾ വിളിക്കുന്ന ഈ കെ കേളപ്പനായിരുന്നു. 1958 കോഴിക്കോട്ട് രൂപീകരിച്ച കേരള സർവോദയ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനായിരുന്നു. 1958 വർഷം ഓർത്ത് വയ്ക്കണം. 1958 കോഴിക്കോട്ട് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് കേരള സർവോദയ സംഘം. 1958 കോഴിക്കോട് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് കേരള സർവോദയ സംഘം. ഈ സർവോദയ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനായിരുന്നു. സർവോദയ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ ആയിരുന്നു. 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല നിലവിൽ വന്നത്. 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല നിലവിൽ വന്നത്. കേരള സർവോദയ സംഘം രൂപം കൊണ്ടത് കോഴിക്കോടാണ്. എന്ന് 1958 ആരായിരുന്നു ആദ്യ പ്രസിഡന്റ്? കെ കേളപ്പനായിരുന്നു ആദ്യ പ്രസിഡന്റ്. പിന്നെ ഇവിടെ TK മാധവൻ എന്നൊരു ഓപ്ഷൻ കൊണ്ട്
ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ടി കെ മാധവൻ. തിരുവിതാംകൂറിലെ ക്ഷേത്ര പ്രവേശന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്നതിൻ്റെ ഉത്തരം ടി കെ മാധവനാണ്. തിരുവിതാംകൂറിലെ ക്ഷേത്ര പ്രവേശന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ടി കെ മാധവൻ. ടി കെ മാധവൻ ക്ഷേത്രപ്രവേശനം എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ടി കെ മാധവൻ എഴുതിയൊരു പുസ്തകമാണ് ക്ഷേത്രപ്രവേശനം. ക്ഷേത്രപ്രവേശനം എന്ന പുസ്തകം എഴുതിയ ടി കെ മാധവനാണ്. ടി കെ മാധവൻ്റെ അപൂർണമായ കൃതിയാണ് എൻ്റെ ജയിൽ ജീവിതം. എൻ്റെ ജയിൽ ജീവിതം എന്ന കൃതി എഴുതിയത് ടി കെ മാധവനാണ്. എൻ്റെ ജയിൽ ജീവിതം എഴുതിയ ടി കെ മാധവൻ. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ടി കെ മാധവൻ. ഹരിദാസി എന്ന പുസ്തകം എഴുതിയ ടി കെ മാധവനാണ്. ഹരിദാസി. അതുപോലെ മന്നത്ത് പത്മനാഭൻ NSSൻ്റെ സ്ഥാപക സെക്രട്ടറി എന്ന് നമ്മൾ പറഞ്ഞു. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ എന്നുള്ളതാണ്. ജനുവരി 2 മന്നം ജയന്തിയാണ്. ജനുവരി 2 മന്നം ജയന്തി. എൻ്റെ ജീവിത സ്മരണകൾ എഴുതിയത് മന്നത്ത് പത്മനാഭൻ. ഞങ്ങളുടെ FMS യാത്ര എന്ന പുസ്തകം എഴുതിയത് മന്നത്ത് പത്മനാഭനാണ്. FMS ഫെഡറേഷൻ ഓഫ് മലായ് സ്റ്റേറ്റ്സ്. ഞങ്ങളുടെ FMS യാത്ര എന്ന പുസ്തകം എഴുതിയത് മന്നത്ത് പത്മനാഭനാണ്. ഞങ്ങളുടെ FMS യാത്ര എഴുതിയത് മന്നത്ത് പത്മനാഭൻ. പഞ്ചകല്യാണി നിരൂപണം എഴുതിയത് മന്നത്ത് പത്മനാഭൻ. പഞ്ചകല്യാണിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള പോയിൻ്റാണ്. കാരണം ഛത്രപതി ശിവജിയുടെ കുതിരയുടെ പേരാണ് പഞ്ചകല്യാണി. ഛത്രപതി ശിവജിയുടെ കുതിരയുടെ പേരാണ് പഞ്ചകല്യാണി. എന്നാൽ പഞ്ചകല്യാണി നിരൂപണം എന്ന പേരിൽ പുസ്തകം എഴുതിയത് മന്നത്ത് പത്മനാഭൻ ആണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം പാരീസ്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം പാരീസാണ്. 2020 ഒളിമ്പിക്സിന് വേദിയായത് ടോക്കിയോ ആയിരുന്നു. 2020 ഒളിമ്പിക്സിൻ്റെ വേദി ടോക്കിയോ ആയിരുന്നു. 2024 നടക്കുന്ന ഒളിമ്പിക്സിൻ്റെ വേദിയാകുന്ന നഗരം എന്ന് പറയുന്നത് പാരീസാണ്. അടുത്തത്, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര്? ഒരു സംശയമില്ല, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഉത്തരം VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ D. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് VT ഭട്ടതിരിപ്പാടാണ്. ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന കൃതി 1929 ഈ നാടകം അവതരിപ്പിക്കുന്നത്. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിലായിരുന്നു. 1920 ഈ നാടകം അവതരിപ്പിക്കുന്ന വർഷം 1929. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയ വർഷം 1929. 29 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയതെന്നും 29 INC പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു എന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ 29 അതേ വർഷത്തിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഈ നാടകം ആദ്യമായി അച്ചടിച്ച് വന്ന മാസിക ഉണ്ണി നമ്പൂതിരി എന്ന മാസികയാണ്. 1920 ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിലാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം അച്ചടിച്ചു വന്നത്. 1920 ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിലാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം അച്ചടിച്ച് വന്നത്. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. നമ്പൂതിരി യുവജന സംഘം എന്ന പ്രസ്ഥാനം, നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു ആരാ? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറി ആയത് 1929. VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറി ആയത് 1929. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ച സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നിയിലാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നി എന്ന സ്ഥലത്താണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഇവിടെയും മന്നത്ത് പത്മനാഭൻ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്, ചട്ടമ്പി സ്വാമി വന്നിട്ടുണ്ട്, GP പിള്ള വന്നിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയത് VT ഭട്ടതിരിപ്പാട്. ഈ ബാരിസ്റ്റർ GP പിള്ളയെ വിശേഷിപ്പിക്കുന്നത് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം എന്ന സ്ഥലത്താണ് GP പിള്ള ജനിച്ചത്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ്
തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942-ലാണ്. 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജി ഡു ഓർ ഡൈ എന്ന് ആഹ്വാനം ചെയ്തത് ക്വിറ്റ് ഇന്ത്യ സമര സമയത്താണ്. ക്വിറ്റ് ഇന്ത്യ സമര സമയത്താണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ വൈസ്രോയി ലിൻ ലിത്തോ പ്രഭുവാണ്. ക്വിറ്റ് ഇന്ത്യ സമര സമയത്തെ വൈസ്രോയി ലിൻ ലിത്തോ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ തീയതി 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് 1942 ഓഗസ്റ്റ് 8-നാണ്. ക്വിറ്റ് ഇന്ത്യ സമര ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-ആണ്. ക്വിറ്റ് ഇന്ത്യ സമര ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി യൂസഫ് മെഹർ അലി. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് യൂസഫ് മെഹർ അലിയാണ്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഹരിജൻ എന്ന പത്രമാണ്. ഗാന്ധിജിയുടെ തന്നെ പ്രസിദ്ധീകരണമാണ് ഹരിജൻ. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഹരിജൻ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം 1942 ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം രാമൻ നമ്പി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമൻ നമ്പി. കുറിച്യ ലഹള നടന്നത് 1812 വയനാടാണ്. കുറിച്യ ലഹള നടന്നത് 1812 വയനാട് കേന്ദ്രീകരിച്ചാണ് കുറിച്യ ലഹള നടന്നത്. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമൻ നമ്പി. കുറിച്യ ലഹള നടന്നത് 1812 വയനാട്. കുറിച്യ കലാപത്തിൻ്റെ കാരണം ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് കുറിച്യ കലാപത്തിൻ്റെ കാരണം. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് കുറിച്യ കലാപത്തിൻ്റെ കാരണം. കുറിച്യ കലാപം നടന്നത് 1812 ഈ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. കുറിച്യരുടെ മേലും കുറുമ്പരുടെ മേലും നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് തോമസ് വാർഡൻ. ഈ കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ലഹള അടിച്ചമർത്തിയത് 1812 മെയ് 8 ബ്രിട്ടീഷുകാർ കുറിച്യർ ലഹള അടിച്ചമർത്തിയ തീയതി 1812 മെയ് 8 അപ്പോൾ കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമൻ നമ്പി. അടുത്ത ചോദ്യം, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി? ഉത്തരം രാജാറാം മോഹൻ റോയ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന ചോദ്യമാണെങ്കിൽ ഉത്തരം പെട്രാർക്ക്. അത് ലോക നവോത്ഥാനമാണ് ഉദ്ദേശിക്കുന്നത്. നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്ക്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീ നാരായണ ഗുരു. അപ്പോൾ ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന് 1-2 വിശേഷണങ്ങളുണ്ട്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രവാചകൻ. ഇതെല്ലാം രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ്, ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. 1821 രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൾ അക്ബർ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 പത്രങ്ങൾ പറയാം. ഒന്ന് സംവാദ് കൗമുദിയും മറ്റൊന്ന് മിറാത്ത് ഉൾ അക്ബറുമാണ്. സംവാദ് കൗമുദി 1821 പുറത്തിറങ്ങി. മിറാത്ത് ഉൾ അക്ബർ 1822 പുറത്തിറങ്ങി. കൗമുദി ബംഗാളി ഭാഷയിലാണ്. സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലാണ്. മിറാത്ത് ഉൾ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ്. ആ പദങ്ങൾ വെച്ച് തന്നെ പഠിക്കാൻ പറ്റും. സംവാദ് കൗമുദി ബംഗാളി, മിറാത്ത് ഉൾ അക്ബർ പേർഷ്യൻ ഭാഷയിൽ പുറത്തിറങ്ങിയ 2 പത്രങ്ങൾ ആണ്. അടുത്ത ചോദ്യം, 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? അപ്പോൾ 2023 G20 അധ്യക്ഷൻ ഇന്ത്യയായിരുന്നു.
2024 G20 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ബ്രസീൽ. 2024 G20 അധ്യക്ഷൻ ബ്രസീലാണ്. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? ഉത്തരം വിശ്വഭാരതി. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല വിശ്വഭാരതിയാണ്. ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി രവീന്ദ്രനാഥ ടാഗോറാണ്. ഗുരുദേവ് എന്ന പേരിൽ അറിയപ്പെട്ട ഇന്ത്യൻ കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിയാണ്. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോറാണ്. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചത് ഗാന്ധിജിയും ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോറുമാണ്. നെഹ്റുവിനെ ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. നെഹ്റുവിനെ ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. അതുപോലെ രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന രചിച്ചത്. ജനഗണമന മാത്രമല്ല, ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇമ്പോർട്ടൻ്റ് 2 പോയിൻ്റ് ഇനി പറയാം. ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് നെഹ്റു. ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് നെഹ്റുവും ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുമാണ്. ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന് ടാഗോറിനെ വിളിച്ചത് ഗാന്ധിജിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. 1. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. 2. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. 3. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. 4. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. അതിൽ ഓപ്ഷൻ ബി, അതായത് 4 മാത്രം എന്ന് കൊടുത്തിരിക്കുന്നതാണ് ശരി ഉത്തരം. അതായത് താഴെ തന്നിരിക്കുന്നതിൽ ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 4ാമത്തെ പ്രസ്താവന മാത്രമാണ്. അതായത് മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി എന്നുള്ളത് തെറ്റാണ്. ബാക്കി 3ഉം ശരിയാണ്. ഏതൊക്കെയാണ് ശരി? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ, ശരിയാണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഇ ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ എന്നുള്ളതാണ്. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഉത്തരം സമ്പർക്കം മുഖേനയാണ്. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് സമ്പർക്ക മുഖേനയാണ്. നെക്സ്റ്റ്, കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പേര്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. ഓപ്ഷൻ എ, സ്നേഹസ്പർശമാണ് ഉത്തരം. അപ്പോൾ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കാനും കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. അടുത്തത്, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേത രക്താണുക്കൾ ഏതെല്ലാം? ഉത്തരം മോണോസൈറ്റും ന്യൂട്രോഫിലും. 4ാമത്തതാണ് ശരി ഉത്തരം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേര് ഫാഗോസൈറ്റോസിസ് എന്നാണ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേത രക്താണുക്കളാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏത്? അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു, ഉത്തരം പല്ലിൻ്റെ ഇനാമൽ. ഈ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണ്. പല്ലിൻ്റെ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പല്ലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഒഡൻറ്റോളജി. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഡി ആണ്. എല്ലിന് ഡി, എടി, പല്ലിന് ഡി, പടി, അങ്ങനെ അങ്ങ് പഠിച്ചോളണം. എടി, പടി എന്ന് പറഞ്ഞാൽ എല്ലിനും പല്ലിനും വേണ്ടത് ഡി ആണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഡി ആണ്.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം പല്ലിൻ്റെ ഇനാമലാണ്. ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഫ്ലൂറിൻ. ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഫ്ലൂറിൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അടുത്ത ചോദ്യം, വനവിഭവം അല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ? പശ, കോലരക്ക്, തേൻ, മണ്ണെണ്ണ. വളരെ പെട്ടെന്നറിയാം, മണ്ണെണ്ണയാണ് വനവിഭവം അല്ലാത്തത്. 67ാമത്തെ ചോദ്യം, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏത്? അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡൈ ഓക്സൈഡ്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഓപ്ഷൻ എ സൾഫർ ഡൈ ഓക്സൈഡ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളുടെ ഉത്തരം ബംഗ്ലാദേശ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. 69 ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. വളരെ എളുപ്പമുള്ള ചോദ്യം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. 70ാമത്തെ ചോദ്യം, പയർ ചെടിയുടെ സങ്കരയിനം ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ? ഉത്തരം ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മി എന്നത് ഒരു പയർ ചെടിയുടെ സങ്കര ഇനമാണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. സിങ്ക്, കലാമിൻ. ഒരു 4-5 അയിരുകൾ പറയുകയാണ് കേട്ടോ, പഠിക്കാൻ എളുപ്പമുള്ളത് മാത്രം. വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള അയിരുകളാണ് പറയുന്നത്. സിങ്കിൻ്റെത് കലാമിനാണ്, അത് പഠിച്ചു വയ്ക്കുക. സിങ്ക്, കലാമിൻ, സിങ്ക്, കലാമിൻ, സിങ്ക്, കലാമിൻ. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിൻ്റെ എ, ബോക്സൈറ്റിൻ്റെ ബി. എ, ബി എന്ന് എവിടെ കേട്ടാൽ ഓർത്തോളൂ, അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. യുറേനിയം പിച്ച് ബ്ലെൻഡാണ്. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. യുറേനിയത്തിൻ്റെ അയിര് പിച്ച് ബ്ലെൻഡാണ്. പിച്ച് ബ്ലെൻഡ്, യുറേനിയം പിച്ച് ബ്ലെൻഡ്, യുറേനിയം പിച്ച് ബ്ലെൻഡ്, യുറേനിയം പിച്ച് ബ്ലെൻഡ്, യുറേനിയം പിച്ച് ബ്ലെൻഡ്. മെർക്കുറിയുടെ അയിര് സിന്നബാർ. മെർക്കുറി സിന്നബാർ, മെർക്കുറി സിന്നബാർ. ഈ ലോഹങ്ങളും അയിരുകളും രണ്ടായി പഠിക്കാതെ ഒറ്റ വാക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി എളുപ്പമെന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉദാഹരണത്തിന് മെർക്കുറിയുടെ അയിര് സിന്നബാർ, ഇങ്ങനെ പഠിക്കുന്നേക്കാൾ നല്ലത് മെർക്കുറി സിന്നബാർ, മെർക്കുറി സിന്നബാർ. യുറേനിയം പിച്ച് ബ്ലെൻഡ്, യുറേനിയം പിച്ച് ബ്ലെൻഡ്. തോറിയം മോണോസൈറ്റ്. തോറിയത്തിൻ്റെ അയിര് മോണോസൈറ്റ് ആണ്, അതുകൊണ്ട് തോറിയം മോണോസൈറ്റ്, തോറിയം മോണോസൈറ്റ്. ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റും റൂട്ടൈലും. ടൈറ്റാനിയത്തിൻ്റെ അയിര് ഇൽമനൈറ്റും റൂട്ടൈലുമാണ്. ടൈറ്റാനിയത്തിൻ്റെ അയിരുകൾ ഇൽമനൈറ്റ്, റൂട്ടൈൽ. ലെഡിൻ്റെ അയിരാണ് ഗലീന. ഒരുമിച്ച് പഠിക്കണം. ലെഡ് ഗലീന, ലെഡ് ഗലീന, ലെഡ് ഗലീന, ലെഡ് ഗലീന. ഇങ്ങനെ ഒരു 3-4 തവണ പറയുമ്പോൾ തന്നെ ഓർമ്മയിലിരിക്കും. ലെഡിൻ്റെ അയിര് ഗലീനയാണ്. ലെഡ് ഗലീന, ലെഡ് ഗലീന, ലെഡ് ഗലീന. യുറേനിയം പിച്ച് ബ്ലെൻഡ്, യുറേനിയം പിച്ച് ബ്ലെൻഡ്. മെർക്കുറി സിന്നബാർ, മെർക്കുറി സിന്നബാർ. തോറിയം മോണോസൈറ്റ്, തോറിയം മോണോസൈറ്റ്. മെഗ്നീഷ്യത്തിൻ്റെ അയിരാണ് മാഗ്നസൈറ്റ്. അത് എളുപ്പമല്ലേ, മെഗ്നീഷ്യം എന്ന് പറയുന്ന പോലെയല്ലേ മെഗ്നി, ആ വാക്ക് ആ മാഗ്നസൈറ്റിലുമുണ്ട്. മെഗ്നീഷ്യം മാഗ്നസൈറ്റ്, മെഗ്നീഷ്യം മാഗ്നസൈറ്റ്. ഇനി ടിന്നിൻ്റെ അയിര് കാസിറ്ററൈറ്റ് ആണ്. ടിന്നിൻ്റെ അയിരാണ് കാസിറ്ററൈറ്റ്. ടിന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ബോക്സൊക്കെ ഓർമ്മ വരും. ടിന്നിനകത്ത് അയിര് കാസറ്ററൈറ്റ് ആണ്. തൽക്കാലം കാസറ്റ് എന്ന് വിചാരിച്ചിട്ട് ടിന്നിനകത്ത് ഒരു കാസറ്റ് ഇട്ട് വെച്ചിരിക്കുന്നതായിട്ട് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടിന്നിനകത്തൊരു കാസറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടിന്നിൻ്റെ അയിരാണ് കാസറ്ററൈറ്റ്. ടിന്നിൻ്റെ അയിര് കാസറ്ററൈറ്റ് ആണ്. മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു വാക്കാണ് മാഗ്നസൈറ്റ്. ലെഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പഠിച്ചിരിക്കുന്നത്? ലെഡ് ഗലീന, ലെഡ് ഗലീന, ലെഡ് ഗലീന, ലെഡ് ഗലീന. ടൈറ്റാനിയത്തിൻ്റെത് റൂട്ടൈൽ, ഇൽമനൈറ്റ്. തോറിയം മോണോസൈറ്റ്, മെർക്കുറി സിന്നബാർ, മെർക്കുറി സിന്നബാർ. യുറേനിയം പിച്ച് ബ്ലെൻഡ്, അലുമിനിയം ബോക്സൈറ്റ്. അടുത്ത ചോദ്യം, ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ 18ാം ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ 18 എന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. 73 താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? എ ജ്വലനത്തിന്, ബി റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി, സി കൃത്രിമ ശ്വസനത്തിന്, ഡി ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഓക്സിജൻ ഉപയോഗങ്ങൾ പെടുന്നില്ല. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ഉത്തരം കാർമോയിസിൻ. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുവാണ് കാർമോയിസിൻ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ഉത്തരം റൂദർഫോർഡ്. റൂദർഫോർഡിൻ്റെ സംഭാവനയാണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക. ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളായ പ്രോട്ടോണുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളായ പ്രോട്ടോണുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. റൂദർഫോർഡിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് 1908.
റുദർഫോർഡിന് രസതന്ത്രത്തിന് 1908 നൊബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക റുദർഫോർഡാണ്. റുദർഫോർഡിന് 1908 രസതന്ത്രത്തിന് നൊബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. 76-ാമത്തെ ചോദ്യം, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? എളുപ്പമുള്ള ചോദ്യമാണ്. ഉത്തരം രാകേഷ് ശർമ്മ. ഓപ്ഷൻ എ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. 1984 ഏപ്രിൽ 2 രാകേഷ് ശർമ്മ യാത്ര ചെയ്ത വാഹനമാണ് സോയൂസ് T-11. റഷ്യയുടെ വാഹനമാണ്. 1984 ഏപ്രിൽ 2 രാകേഷ് ശർമ്മ യാത്ര ചെയ്ത വാഹനത്തിൻ്റെ പേരാണ് സോയൂസ് T-11, സോയൂസ് T-11. 7 ദിവസം 21 മണിക്കൂർ 40 മിനിറ്റ് 7 ദിവസവും 21 മണിക്കൂറും 40 മിനിറ്റും അദ്ദേഹം സല്യൂട്ട് ഓർബിറ്റൽ സ്റ്റേഷനിൽ ചെലവഴിച്ചു. 7 ദിവസവും 21 മണിക്കൂറും 40 മിനിറ്റും രാകേഷ് ശർമ്മ സല്യൂട്ട് ഓർബിറ്റൽ സ്റ്റേഷനിൽ ചെലവഴിച്ചു. അടുത്ത ചോദ്യം, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം അറിയപ്പെടുന്ന പേരാണ് അപവർത്തനം. അപ്പോൾ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. മിനുസമുള്ള 1-2 അനുബന്ധ കാര്യങ്ങൾ പറയുകയാണേ. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് പ്രതിഫലനം, റിഫ്ലക്ഷൻ. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. അതേസമയം വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം അറിയപ്പെടുന്ന പേര് പൂർണ്ണാന്തരിക പ്രതിഫലനം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്നത് പ്രതിഫലനം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തരിക പ്രതിഫലനം. ആകാശത്തിൻ്റെ നീലനിറത്തിനും ആഴക്കടലിൻ്റെ നീലനിറത്തിനും കാരണം വിസരണം, സ്കാറ്ററിങ്. ആകാശത്തിൻ്റെ നീലിമയ്ക്കും ആഴക്കടലിൻ്റെ നീലിമയ്ക്കും കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് വിസരണം, സ്കാറ്ററിങ്. ഇനി പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശപ്രകീർണനം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം, ഡിസ്പേഴ്സൺ. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ചുവപ്പാണ്, തരംഗദൈർഘ്യം കുറഞ്ഞ നിറം വയലറ്റാണ്. തരംഗദൈർഘ്യം കൂടിയ നിറം ചുവപ്പാണ്, തരംഗദൈർഘ്യം കുറഞ്ഞ നിറം വയലറ്റാണ്. 78-ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ബാഷ്പീകരണം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ബാഷ്പീകരണം. 79, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമേത്? 1-ാമത്തെയും 2-ാമത്തെയാണ് ശരി ഉത്തരം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം, അതായത് ഓപ്ഷൻ എ, അതാണ് ശരി ഉത്തരം. 1 കാറ്റ്, 2 തിരമാല. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം കാറ്റും തിരമാലയുമാണ്. 80-ാമത്തെ ചോദ്യം, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം അറിയപ്പെടുന്ന പേര്? ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം അറിയപ്പെടുന്ന പേര് ഭ്രമണചലനം എന്നാണ്. ഭ്രമണചലനം, അതാണ് 80ൻ്റെ ഉത്തരം, ഭ്രമണചലനം. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്ന പേര് നേർരേഖാചലനം. കേട്ടോ, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം അറിയപ്പെടുന്ന പേര് ഭ്രമണചലനം എന്നാണ്. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്ന പേര് നേർരേഖാചലനം. ഉദാഹരണം, ഈ ഞെട്ടറ്റ് വീഴുന്നൊരു മാമ്പഴം, ഞെട്ടറ്റൊരു മാമ്പഴം താഴേക്ക് വീഴുകയാണ്, അത് നേർരേഖാചലനത്തിന് ഉദാഹരണമാണ്. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്ന പേര് നേർരേഖാചലനം. എന്തെളുപ്പമാണ്, ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം ഉദാഹരണം. ഇനി സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനത്തെ വിളിക്കുന്ന പേരാണ് ഭ്രമണം. കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം ഉദാഹരണമാണ്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനത്തെ വിളിക്കുന്ന പേരാണ് ഭ്രമണം. കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം ഭ്രമണത്തിന് ഉദാഹരണമാണ്. ദൂരേക്ക് എറിയുന്ന കല്ലിൻ്റെ ചലനമാണ് വക്രരേഖാ ചലനം. വക്രം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വളഞ്ഞത് എന്നാണ് അർത്ഥം. വക്രത്തിൻ്റെ വിപരീത പദമാണ് ഋജു, നേരെയുള്ളത്. മലയാളത്തിൽ വക്രം എന്ന പദത്തിൻ്റെ അർത്ഥം വളഞ്ഞതെന്നാണ്. വക്രത്തിൻ്റെ വിപരീത പദമാണ് ഋജു. ഋജു എന്ന് പറഞ്ഞാൽ നേരെയുള്ളതെന്നാണ്. ദൂരേക്ക് എറിയുന്ന കല്ലിൻ്റെ ചലനം വക്രരേഖാ ചലനമാണ്. ഒരു വസ്തുവിൻ്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനത്തെ വിളിക്കുന്ന പേരാണ് വർത്തുള ചലനം. ഒരു വസ്തുവിൻ്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനത്തെ വിളിക്കുന്ന പേരാണ് വർത്തുള ചലനം. അപ്പോൾ
ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനത്തെ അറിയപ്പെടുന്ന പേര് നേർരേഖാചലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനത്തെ വിളിക്കുന്ന പേര് ഭ്രമണം. ദൂരേക്കെറിയുന്ന കല്ലിൻ്റെ ചലനമാണ് വക്രരേഖാചലനം. ഒരു വസ്തുവിൻ്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനത്തെ വിളിക്കുന്ന പേര് വർത്തുള ചലനം എന്ന് ആണ്. ഇനി അങ്ങോട്ട് മാത്സാണ്. ശരി ഉത്തരം മാത്രം പറഞ്ഞു പോകുന്നു. 81ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ 56 ആണ്. ഒരു കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക 156 അംശബന്ധം 5:7 ആണെങ്കിൽ പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ്? ഉത്തരം 26 എന്നുള്ളതാണ്. 83ൻ്റെ ഉത്തരം 8 കിലോമീറ്റർ. 83ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 8 കിലോമീറ്റർ. 84ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 8. 84ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 8. 85ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 1875. 85ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 1875. 86ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ? 86 ഉത്തരം സി 15%. 86ൻ്റെ ഉത്തരം 15%. 87ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 48 എന്നുള്ളതാണ്. 87ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 48. 88ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 7/18 7/18 ഓപ്ഷൻ ബി ആണ്. 89ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 89ൻ്റെ ഉത്തരം ഓപ്ഷൻ എ 70. 89ൻ്റെ ഉത്തരം ഓപ്ഷൻ എ 70. 90ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 10 മീറ്റർ. 90ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 10 മീറ്റർ. 91ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 1/256 1/256 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 92ൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ എ 16,200. 92ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 16,200 എന്നുള്ളതാണ് ശരി ഉത്തരം. 93 ഓപ്ഷൻ ഡി 36. 93ൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി 36. 94 ഓപ്ഷൻ ബി 44%. 94ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 44%. 95ൻ്റെ ഉത്തരം 95ന് ശരി ഉത്തരം ഇല്ല എന്നുള്ളതാണ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 95ന് ശരി ഉത്തരം ഇല്ല. 4480 ആണ് ശരി ഉത്തരമായി വരേണ്ടിയിരുന്നത്. 96 ഓപ്ഷൻ ബി. 96ൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 15/5 + 5. 97ൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി 153 + 154 അതാണ് ശരി ഉത്തരം. 98ൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി 360. 98ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 360. 99ൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ എ 0.0625 ഓപ്ഷൻ എ 0.0625. 100ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ സി 100. 100ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 100 എന്നുള്ളതാണ്. നമ്മൾ 13/2024 എന്ന ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിലെ പൊതുവിജ്ഞാന മേഖലയിലെ ചോദ്യങ്ങൾക്ക് അനുബന്ധ വിവരങ്ങൾ സഹിതമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ആ ഒരു ചോദ്യപേപ്പർ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റൊരു ചോദ്യക്കടലാസുമായി വീണ്ടും കാണാം. നമുക്ക് വീണ്ടും കേൾക്കാം. താങ്ക് യു.